ദളപതി വിജയ് നായകനായി എത്തിയ ഗോട്ട് എന്ന ചിത്രത്തിന് വലിയ ഹൈപ്പായിരുന്നു ചിത്രത്തിന് റിലീസിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. വിജയുടെ സംബന്ധിച്ചിടത്തോളം പെനൾട്ടിമേറ്റ് ചിത്രമാണ്. ഇതിനുശേഷം എച്ച് വിനോദുമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും വിജയ് അഭിനയിക്കുന്നത്. അതോടുകൂടി തന്നെ വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു എന്ന തരത്തിലേക്കും ഒക്കെ പ്രചരണങ്ങൾ വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗോട്ട് എന്ന വെങ്കട് പ്രഭു ചിത്രത്തിന് വല്ലാത്തൊരു ഹൈപ്പ് റിലീസിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ ഷോയുടെ ആദ്യ പ്രതികരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു നിരാശാജനകമായ പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ തന്നെ പ്രതികരണങ്ങൾ എടുത്തിരുന്നതാണ്. ഒരു സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ചിത്രത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത് കേരളത്തിലെ കളക്ഷനാണെന്ന് എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. കേരളത്തിൽ ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് ചിത്രം വിതരണത്തിന് എത്തിച്ചത്. ഏകദേശം 35 മുതൽ 40 കോടി വരെ ഉള്ളൊരു ബഡ്ജറ്റിലാണ് ആ ചിത്രം വിതരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ ഇതുവരെയുള്ള കളക്ഷൻ 5 ദിവസം പിന്നിടുമ്പോഴേക്കും ഏകദേശം 9.23 കോടി രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗോട്ട് എന്ന ചിത്രം നേടിയത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണ്. ആദ്യ ദിവസം തന്നെ എടുത്തു നോക്കുമ്പോഴേക്കും ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ഫാൻ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു ഭീമമായ ഇടിവ് ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ കണക്ഷൻ റെക്കോർഡ് പോലും ആദ്യത്തെ ദിവസത്തെ മറികടക്കാൻ ഗോട്ടിന് സാധിച്ചില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. കാരണം ആ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗോട്ട് മുന്നേറുമെന്നുള്ളതായിരുന്നു പ്രവചനങ്ങൾ. അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിൽ കൂപ്പുകുത്തുന്ന കാഴ്ച ഗോട്ടിനുണ്ടായിരുന്നു. അതിനുശേഷം 2ാം ദിനവും 3ാം ദിനവും ഒക്കെ തന്നെ തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ ആളുകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വിജയ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രത്യേകിച്ച് ദത്തുപുത്രനായ വിജയ്ക്ക് ഒരു തിരിച്ചടിയായി എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 5 ദിവസം കടക്കുമ്പോഴേക്കും 10 കോടി കളക്ഷൻ പോലും തിയേറ്ററിലേക്ക് ഗോട്ട് എന്ന ചിത്രത്തിന് നേടാൻ സാധിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് അതിന് മുന്നത്തെ ആഴ്ചകൾ റിലീസ് ചെയ്തിരുന്ന സിനിമകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടായിരുന്നു കേരളത്തിലെ പല സ്ക്രീനുകളിലും ഗോട്ട് റിലീസ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 90% തിയേറ്ററുകൾ ഒക്കെ തന്നെ കേരളത്തിൽ ഒട്ടാകെ ഗോട്ട് എന്ന ചിത്രത്തിന് മാറ്റിവെച്ചിരുന്നു. എന്നാൽ 2ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി മാറ്റിവെച്ചിരുന്ന കഴിഞ്ഞ ആഴ്ചത്തെ സിനിമകളൊക്കെ തന്നെ കൂടുതൽ സ്ക്രീനുകളിലേക്കും കൂടുതൽ ടൈമിങ്ങുകളിലേക്കും മാറുന്നൊരു കാഴ്ചയുണ്ടായി. ഗോട്ടിന് അതനുസരിച്ച് സ്ക്രീനുകൾ കുറയുന്ന ഒരു കാഴ്ചയും ഉണ്ടാകുന്നു. 5ാം ദിവസത്തിൽ കടക്കുമ്പോഴേക്കും 10 കോടി പോലും നേടാനാവാതെ ഗോട്ട് കിതയ്ക്കുകയാണ്. നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് കഴിഞ്ഞ ചിത്രമായ വിജയ് ചിത്രം ബീസ്റ്റിനെ കുറിച്ചാണ്. കാരണം ബീസ്റ്റും KGF 2ഉം ക്ലാഷ് റിലീസായിരുന്നു. അത് ഏപ്രിൽ 13 ബീസ്റ്റ് റിലീസാകുന്നു, ഏപ്രിൽ 14 KGF 2 റിലീസാകുന്നു. ആ ആഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷനും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ആ ബീസ്റ്റ് എന്ന ചിത്രത്തിന് ഏകദേശം 9.83 കോടിയാണ് നേടാൻ സാധിച്ചതെങ്കിൽ KGFനെ സംബന്ധിച്ചിടത്തോളം 26 കോടി രൂപയോളം ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ നേടാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ബീസ്റ്റിനും ഏകദേശം നെഗറ്റീവ് റിവ്യൂവും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ കേരളത്തിൽ ബാധിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വിജയുടെ ആരാധകർ ഒക്കെ തന്നെ സിനിമയെ ഏറ്റെടുക്കുകയും ചെയ്തു. അതേ അവസ്ഥ തന്നെയാണ് ഗോട്ടിലേക്ക് മാറുന്നത്. കേരളത്തിൽ ഗോട്ട് കിതയ്ക്കുന്നു, തമിഴ്നാട്ടിൽ ഗോട്ട് ഏകദേശം 100 കോടിയിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഗോട്ടിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 380 കോടി രൂപയാണ്. അതിൽ 200 കോടിയോളം രൂപ വിജയുടെ ശമ്പളമായി മാത്രം തന്നെ നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് AGSന്റെ നിർമ്മാതാവായ അർച്ചന കൽപ്പാത്തി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം റിലീസിന് മുമ്പ് തന്നെ ടേബിൾ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും തിയേറ്ററിൽ നിന്നും താൻ ഒരു വലിയ തുക പ്രതീക്ഷിക്കുന്നതായും നിർമ്മാതാവ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു നോക്കുന്നത് കേരള, ആന്ധ്ര, കർണാടക, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചില സ്ക്രീനുകളിലൊക്കെ തന്നെ ഇന്ത്യൻ കളക്ഷൻ ഒട്ടാകത്തിന് താൻ ഉറ്റുനോക്കുകയാണെന്നും റിലീസിന് മുമ്പ് അർച്ചന കൽപ്പാത്തി പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിജയിയെ പ്രേക്ഷകർ കൈവിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.